ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് തുടങ്ങാനിരിക്കെ രണ്ടാം ടെസ്റ്റിലെ ഇംഗ്ലണ്ട് 11 പ്ലേയിങ് 11 നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരുടെ പതിവ് പോലെ തന്നെ. അപ്പോൾ എന്തായിരിക്കും ഇന്ത്യയുടെ പ്ലേയിങ് 11? ഇംഗ്ലണ്ടിന്റെ പ്ലേയിങ് 11 എന്ന് പറയുമ്പോൾ ജാക്ക് റോളി, ബെൻ ടെക്കറ്റ്, ഒലി പോപ്പ്, ജോ റൂട്ട്, ജോണി ബെയർസ്റ്റോ, ബെൻ സ്റ്റോക്സ് ക്യാപ്റ്റൻ, ബെൻ ഫോക്സ് വിക്കറ്റ് കീപ്പർ, രഹാൻ അഹമ്മദ്, ടോം ഹാർഡ്ലി, ഷോയിബ് ബഷീർ, ജെയിംസ് ആൻഡേഴ്സൺ. ഇവരാണ് ഇംഗ്ലണ്ടിന്റെ പ്ലേയിങ് 11. ഇന്ത്യക്കെതിരെ വിശാഖപട്ടണത്ത് തുടങ്ങുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പ്ലേയിങ് 11-ൽ 4 സ്പിന്നർമാരെ ഇംഗ്ലണ്ട് കളിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഹൈദരാബാദിൽ അവർ 3 സ്പിന്നർമാരും ഒരേ ഒരു പേസറുമായിട്ടായിരുന്നു ഇംഗ്ലണ്ട് കളിക്കാൻ ഇറങ്ങിയിരുന്നത്. അപ്പോൾ ആ ഒരു തന്ത്രം കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചതോടെ വിശാഖപട്ടണത്ത് 4 സ്പിന്നർമാരെ പ്ലേയിങ് 11-ൽ കളിപ്പിക്കാൻ കോച്ച് ബ്രണ്ടൻ മക്കുലം ആലോചിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ജാക്ക് ലീച്ചിന്റെ പരിക്കാണ് പ്രശ്നമായത്. ഹൈദരാബാദിൽ പ്ലേയിങ് 11-ൽ കളിച്ച മാർക്ക് വുഡിന് പകരം വെറ്ററൻ ജെയിംസ് ആൻഡേഴ്സൺ തിരിച്ചു വന്നിരിക്കുകയാണ് പേസ് ബോളറായി. ഷോയിബ് ബഷീർ എന്ന പുതുമുഖത്തെ ബോളിംഗ് നിരയിൽ ഉൾപ്പെടുത്തിയത് ജാക്ക് ലീച്ചിന് പകരമായിട്ടാണ്. ടോം ഹാർഡ്ലി കഴിഞ്ഞ ടെസ്റ്റിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. രഹാൻ അഹമ്മദ്, ഷോയിബ് ബഷീർ എന്നിവരടങ്ങുന്ന സ്പിൻ ബോളിംഗ് നിരയുമായിട്ടായിരിക്കും ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിന് ഇറങ്ങുക. അതേസമയം ആദ്യ ടെസ്റ്റിനിടെ നമുക്കറിയാം, ആദ്യ ടെസ്റ്റിൽ മാർക്ക് വുഡ് മാത്രമാണ് ഇംഗ്ലണ്ട് നിരയിൽ പേസറായി ഉണ്ടായിരുന്നത്. മത്സരത്തിൽ 25 ഓവർ പന്തെറിഞ്ഞെങ്കിലും വുഡിന് വിക്കറ്റൊന്നും വീഴ്ത്താനായിരുന്നില്ല. സ്പിന്നർമാരായിരുന്നു മുഴുവൻ വിക്കറ്റുകളും ആ സമയത്ത് വീഴ്ത്തിയിരുന്നത്. രണ്ടാം ടെസ്റ്റിന് വേദിയാകുന്ന വിശാഖപട്ടണത്ത് വരണ്ട പിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് സ്പിന്നർമാരെ സഹായിക്കുന്നതാണ്. ഈ പിച്ചിൽ പേസർമാർക്ക് യാതൊരു ആനുകൂല്യവും കിട്ടാനിടയില്ലാത്തതിനാൽ 4 സ്പിന്നർമാരെ കളിപ്പിക്കുന്ന കാര്യം നേരത്തെ ഇംഗ്ലണ്ട് ആലോചിച്ചത് ആ ഒരു ഘട്ടത്തിലാണ്. പക്ഷേ അവർക്ക് 4 സ്പിന്നർമാരുണ്ട് എന്ന് നമുക്കറിയാം. നിലവിലുള്ള 3 പേർക്കൊപ്പം ജോ റൂട്ട് കൂടി ചേരുമ്പോൾ ഫലത്തിൽ ഇംഗ്ലണ്ട് 4 സ്പിന്നർമാരാകും അവരുടെ ടീമിൽ. ഹൈദരാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഷോയിബ് ബഷീറിന് വിസ പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയിൽ എത്താൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ആദ്യ ടെസ്റ്റിന് ശേഷമാണ് ബഷീർ ടീമിനൊപ്പം ചേർന്നത്. ആദ്യ ടെസ്റ്റിന് മുമ്പ് ബഷീറിന്റെ വിസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രോഹിത് ശർമ്മയുടെ മറുപടിയൊക്കെ ആ സമയത്ത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. മറുവശത്ത് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിനായുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. ആദ്യ മത്സരത്തിൽ 190 റൺസിന്റെ ലീഡ് നേടിയിട്ടും ഇന്ത്യ അപ്രതീക്ഷിത തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റിൽ എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് തിരിച്ചുവരവ് നടത്തേണ്ടതായിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ആദ്യ ഇന്നിംഗ്സിൽ കസറിയെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ കളി മറക്കുകയായിരുന്നു. ഇതോടെ അനായാസമായി ജയിക്കേണ്ട കളി ഇന്ത്യ 28 റൺസിന് തോൽക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാം ടെസ്റ്റിന് മുമ്പ് പരിക്കും ഇന്ത്യയെ വേട്ടയാടി തുടങ്ങിയിട്ടുണ്ട്. രവീന്ദ്ര ജഡേജയും അതുപോലെ KL രാഹുലും പരിക്കിനെ തുടർന്ന് രണ്ടാം ടെസ്റ്റിൽ ഉണ്ടാവില്ല. കഴിഞ്ഞ മത്സരത്തിൽ രണ്ടുപേരും മികച്ച രീതിയിൽ ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. പരിക്കിനെ തുടർന്ന് രണ്ടാം ടെസ്റ്റിൽ ഇവരും ഉണ്ടാവില്ല എന്നത് ഇന്ത്യക്കൊരു അടി തന്നെയാണ്. അപ്പോൾ കാര്യങ്ങൾ ഇന്ത്യക്ക് ഇവരുടെ അഭാവത്തിൽ കുറച്ച് കടുപ്പമാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ 4 സ്പിന്നർമാരെ കളിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ പ്ലേയിങ് 11-ൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ ശുഭ്മാൻ ഗില്ലിനെയും ശ്രേയസ് അയ്യരെയും പുറത്തിരുത്തണമെന്ന് പലരും അവരുടെ മോശം ഫോമിന്റെ പേരിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇരുവരും തുടരുമെന്നാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകൻ വിക്രം രാത്തോർ അറിയിച്ചത്. നമുക്കറിയാം, ശുഭ്മാൻ ഗിൽ സമീപകാലത്തെ ടെസ്റ്റ് മത്സരങ്ങളിലെല്ലാം വലിയ ഫ്ലോപ്പായിരുന്നു. അവസാന 10 ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഒരു തവണയാണ് 30-ൽ മുകളിൽ സ്കോർ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അതുപോലെ ശ്രേയസ് അയ്യറും വലിയ ഫ്ലോപ്പായിരുന്നു കഴിഞ്ഞ ടെസ്റ്റ് മത്സരങ്ങളിൽ. പക്ഷേ നിർണായകമായ ഈ ടെസ്റ്റ് മത്സരത്തിൽ നിലവിൽ ശുഭ്മാൻ ഗില്ലിനെ 3-ാം നമ്പറിൽ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ 4-ാം നമ്പറിൽ ഇന്ത്യക്കൊപ്പം വിരാട് കോഹ്ലിയും KL രാഹുലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ രജത് പട്ടിദാർ, സർഫറാസ് ഖാൻ എന്നിവരിൽ ഒരാളെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ സൂചന പ്രകാരം രജത് പട്ടിദാറിനാവും സർഫറാസിനേക്കാൾ ഒരുപടി അവസരം ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ. സർഫറാസ് അരങ്ങേറ്റത്തിനായി കാത്തിരിക്കണം എന്ന് തന്നെ സാരം. വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് KS ഭരത്തിനെ മാറ്റിയേക്കില്ല. കാരണം 1-ാം ടെസ്റ്റിൽ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇന്ത്യ 4 സ്പിന്നർമാരെ കളിപ്പിക്കുകയാണെങ്കിൽ അക്ഷർ പട്ടേൽ, രവിചന്ദ്ര അശ്വിൻ, രവീന്ദ്ര ജഡേജ എന്നിവർക്കൊപ്പം കുൽദീപും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുൽദീപ് ഏതാണ്ട് ഒരു ടെസ്റ്റ് മത്സരം കളിച്ചിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ ഇതുപോലുള്ള സ്പിൻ ട്രാക്കുകളിൽ കുൽദീപും കൂടി ചേരുകയാണെങ്കിൽ ഇന്ത്യ ശക്തമായ ഒരു സ്പിൻ നിരയുമായിട്ട് തന്നെയാവും അടുത്ത മത്സരം കളിക്കാൻ ഇറങ്ങുക. അപ്പോൾ ഇംഗ്ലണ്ട് നേരത്തെ ടീമിനെ പ്രഖ്യാപിച്ചതിനാൽ ഇനി ആളുകൾ അല്ലെങ്കിൽ ആരാധകർ കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ 11 എന്തായിരിക്കും എന്നതാണ്.